ഹലോ ഹായ് കൂട്ടുകാരെ, മായ സ്വീറ്റ് ആൻഡ് സ്പൈസി വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാനിവിടെ ഉണ്ടാക്കാൻ പോകുന്ന ഒരു ചിക്കൻ ഫ്രൈ ആണ്, ഒരു വെറൈറ്റി ചിക്കൻ ഫ്രൈ. അപ്പോൾ അതിൻ്റെ ആവശ്യത്തിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് വറ്റൽമുളക് എടുത്ത് അത് കുറച്ച് അതിൻ്റെ അകത്ത് അരിയെല്ലാം കളഞ്ഞ് വെച്ചിട്ടുണ്ട്. അപ്പം നല്ല എരിവായിരിക്കും. അല്ലെങ്കിൽ കുറച്ച് വറ്റൽമുളകിൻ്റെ അകത്ത് അരിയുണ്ട്, കുറച്ചിൻ്റെ അകത്ത് അരിയില്ല, അങ്ങനെ വെച്ചിട്ടുണ്ട്. ഇനി അതിൻ്റെ കൂടെ നമുക്കൊരു 2 ടേബിൾ സ്പൂൺ പെരിഞ്ജീരകം, കുറച്ചേറെ പെരിഞ്ജീരകം വേണം. ഈ പെരിഞ്ജീരകവും ഈ വറ്റൽമുളകും കൂടെ നമ്മുടെ കയ്യിൽ പിരിയൻ മുളക് ഉണ്ടെങ്കിൽ നമുക്ക് പിരിയൻ മുളക് ചേർക്കാം, അതിൻ്റെ അകത്ത് ചേർക്കാം. എൻ്റെ പിരിയൻ ഇല്ല, അത് കാരണമാണ് ഞാൻ എരിവുള്ള മുളകാണ് അത് ചേർത്തിട്ടുണ്ട്. ഇനി കുറച്ച് നേരം നമുക്കൊരു 10-15 മിനിറ്റത്തേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് ഈ വെള്ളത്തിൽ ഇട്ട് വെക്കാം. ഇതൊന്ന് കുതിർന്ന് വരുന്നിടം വരെ വെക്കണം. അപ്പോഴത്തേക്ക് നമുക്ക് ഒരു കുടം വെളുത്തുള്ളിയും കുറച്ച് ചുവന്നുള്ളി എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതൊക്കെ ഒന്ന് പൊളിച്ചുകൊണ്ട് വരാം. ഇത് അപ്പോഴത്തേക്ക് ഇവിടെ കിടന്ന് കുതിരട്ടെ. ഞാനിവിടെ 1 കിലോ ചിക്കന് വേണ്ടിയിട്ട് ചിക്കൻ ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ് എടുത്തേക്കുന്നത്. ഇതിനകത്ത് വേറെ ഒരു മസാലയും ചേർക്കുന്നില്ല, അത് കാരണം പെരിഞ്ജീരകം ഇത്രയും എടുത്തേക്കുന്നത്. എടുത്ത് വെച്ചേക്കുന്ന പെരിഞ്ജീരകവും വറ്റൽമുളകും ഒക്കെ കുതിർന്നിട്ടുണ്ട്. ഇത് ഞാനൊരു മിക്സിയിലോട്ട് ഇടുകയാണ്. മിക്സി ജാറിൽ വെള്ളം മുഴുവൻ ഞാൻ ഊറ്റിക്കളഞ്ഞിട്ട് ഇത് മിക്സി ജാറിലോട്ട് ഇട്ടു. അതിൻ്റെ കൂടെ പൊളിച്ച് വെച്ചേക്കുന്ന ചുവന്നുള്ളി, ഒരു കുടം വെളുത്തുള്ളി, പിന്നെ അതിൻ്റെ മുകളിലോട്ട് എത്രയും കറിവേപ്പിലയുണ്ടോ അത്രയും നല്ല. ഇത് 1 കപ്പുണ്ട്, ഏകദേശം ഒരു 10-12 തണ്ട് കറിവേപ്പിലയുണ്ട്. ഇതെല്ലാം കൂടെ നമുക്കൊന്ന് ചതച്ചെടുക്കാം. അപ്പം ഇത് ഞാൻ ഒരു വേറെ പാത്രത്തിലോട്ട് അരച്ച് വെച്ചേക്കുന്നത് മാറ്റുവാണ്. ഇനി കുറച്ച് ഇഞ്ചിയുടെ പേസ്റ്റും കൂടെ ചേർത്ത്, ഇഞ്ചി പേസ്റ്റ് ഉള്ളതുകൊണ്ടാണ് ഇഞ്ചിൻ്റെ അകത്ത് ഇടാഞ്ഞത്. ഇഞ്ചിയും കൂടെ ചേർത്ത് വേണം അരയ്ക്കാൻ. നമ്മൾ ചതച്ച് വെച്ചതിൻ്റെ അകത്തോട്ട് 1 സ്പൂൺ മഞ്ഞൾപ്പൊടി. ഞാൻ പിരിയമുളക് എൻ്റെ കയ്യിൽ ഇല്ലെന്ന് പറഞ്ഞായിരുന്നല്ലോ, അത് കാരണം ഞാൻ 1 സ്പൂൺ പിരിയമുളക് പൊടിയും കൂടെ ചേർക്കുവാണേ. കാരണം മറ്റേ മുളകിൻ്റെ കുറച്ച് അരി കളഞ്ഞതാണ്, അപ്പം അധികം എരിവ് കാണത്തില്ല. അപ്പം ഇതിൻ്റെ അകത്തോട്ട് ഇനി നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കണം. 1 കിലോ ചിക്കനാണ്, 1 കിലോ ചിക്കന് ആവശ്യത്തിനുള്ള ഉപ്പ് 1.5 സ്പൂൺ ഉപ്പ് ഞാൻ ചേർത്തിട്ടുണ്ട്, ചെറിയ സ്പൂണാണ്. പിന്നെ ഒരു വലിയ ടേബിൾ സ്പൂൺ കോൺഫ്ലവർ. ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്യാം. മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമ്മൾ ഉപ്പൊക്കെ നോക്കി, കുഴപ്പമില്ല, പാകത്തിന് ഉപ്പുണ്ട്. കുറച്ച് കസ്തൂരി മേത്തി ഉണ്ടെങ്കിൽ ഇട്ടാൽ മതി, നിർബന്ധമില്ല, ഇല്ലെങ്കിൽ ചേർക്കണ്ട. കസ്തൂരി മേത്തി ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കുക. ഇതിലോട്ട് കഴുകി ക്ലീൻ ചെയ്ത് വെച്ചേക്കുന്ന ചിക്കൻ ഇട്ട് കൊടുക്കുകയാണ്. അപ്പം നമുക്ക് നാരങ്ങാനീരുണ്ടെങ്കിൽ ചേർക്കാം. നാരങ്ങ നമുക്ക് നാരങ്ങാനീര് ചേർത്ത് അതുകൂടെ കൂടുതൽ മിക്സ് ചെയ്യാം. ഞാൻ നാരങ്ങാനീര് ചേർക്കുന്നില്ല, സാറിന് ചേർക്കാറില്ല, ഇത് കാരണമാണ് എടുക്കാത്തത്. ഇട്ട് മിക്സ് ചെയ്യുക. നമ്മൾ എല്ലാ ഭാഗത്തും ചിക്കൻ്റെ ഈ അരപ്പെല്ലാം നന്നായിട്ട് പെരകണം. ഇത് ഒരുപാട് അരപ്പ് ഞാൻ ചേർത്തിട്ടില്ല, അത്യാവശ്യം എരിവുണ്ട്. മുളകും പിരിമുളകും ഒക്കെ ചേർത്തപ്പോൾ അത്യാവശ്യം നല്ല എരിവുണ്ട്. കുറച്ച് കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കണം. മഞ്ഞൾപ്പൊടി ഇച്ചിരി കുറവാണെന്ന് തോന്നുന്നു, ലേശം മഞ്ഞൾപ്പൊടിയും കൂടെ ഞാൻ ചേർത്ത് കൊടുക്കാൻ പോവാം. ലേശം മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്തു. കുറച്ച് കുരുമുളക് പൊടിയും കൂടെ ചേർക്കണം. കുരുമുളക് പൊടി ഒരു സ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുത്തു. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഒരു 15 മിനിറ്റ് ഇത് ഇങ്ങനെ വെച്ചേക്കുക. അത് കഴിഞ്ഞ് നമുക്കിത് വറക്കാം. നമ്മൾ മാരിനേറ്റ് ചെയ്തത് ഒരു 10-20 മിനിറ്റായി. ഇനി ഇരുമ്പ് ചീനച്ചട്ടി ഞാൻ അടുപ്പിൽ വെച്ചേക്ക്. ഞാൻ ചിക്കൻ ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഇരുമ്പ് ചീനച്ചട്ടിയാണ് ഉപയോഗിക്കുന്നത്. അതിലോട്ട് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു. ആവശ്യത്തിന് ഇപ്പോൾ കുറച്ച് വെളിച്ചെണ്ണ കൂടെ വേണം. ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു. കുറേശ്ശെ ഇട്ട് വറുത്തെടുക്കാം. എണ്ണയൊന്ന് ചൂടാവട്ടെ. എണ്ണ ചൂടായി വരുന്നുണ്ട്. ഞാൻ ഇതിലോട്ട് 2 തണ്ട് കറിവേപ്പില ഇടുവാണേ. കുറച്ച് ചൂടായി വരുന്നതേ ഉള്ളൂ. ഇതിലോട്ട് നമ്മുടെ ചിക്കൻ ഓരോ പീസായിട്ട് ഇട്ട് കൊടുക്കാം. എണ്ണയ്ക്കനുസരിച്ച് കുറേശ്ശെ ഇട്ട് കൊടുക്കാം.
നമുക്ക് ഒരെണ്ണം കൂടെ ഇടാൻ സ്ഥലമുണ്ട് സൈഡിൽ, ഒരെണ്ണം കൂടെ ഇട്ട് കൊടുക്കാം. ഓക്കെ, ഇനി ഇത് ചൂടാവട്ടെ, ഇതൊന്ന് ഫ്രൈ ആവട്ടെ. ഫ്രൈ ആയിട്ട് നമുക്ക് തിരിച്ചിടാം. തീ നമുക്കൊന്ന് കുറച്ച് കൊടുക്കാം. നമ്മുടെ ചിക്കൻ റെഡി ആയിട്ടുണ്ട്, ഫ്രൈ ആയി വന്നു. ഇതിനൊന്ന് കോരി മാറ്റിയിട്ട് അടുത്ത സെറ്റ് ഇടാം. അപ്പം നമ്മുടെ ചിക്കൻ ഫ്രൈ റെഡി ആയിട്ടുണ്ട്. ഞാനത് ഒരു പ്ലേറ്റിലോട്ട് മാറ്റി ചെറുതായിട്ട് ഒന്ന് ഗാർണിഷൊക്കെ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പം നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ ഫ്രൈ ആണ്. അധികം ഇൻഗ്രീഡിയൻസ് ഒന്നുമില്ല. അപ്പം എല്ലാവരും ഇതുണ്ടാക്കി നോക്കണം. നല്ല പണ്ടത്തെ തട്ടുകടകളിലൊക്കെ കിട്ടുന്ന ആ ഒരു മെത്തേഡ്, പൊടിയൊക്കെ ഉണ്ട്, കണ്ട പൊടിയൊക്കെ ആയിട്ട് നല്ല ചിക്കൻ ഫ്രൈ ആണ്. അപ്പം എല്ലാവരും ഇതുണ്ടാക്കി നോക്കണം. എല്ലാവരും ചിക്കൻ ഫ്രൈ ഉണ്ടാക്കി നോക്കണം. എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം, പിന്നെ ബെൽ ഐക്കൺ പ്രസ് ചെയ്യണം. അപ്പം ഇനിയും അടുത്തൊരു വീഡിയോയിൽ കാണും വരെ ഓക്കെ, ബൈ, ടേക്ക് കെയർ.